ശരി, ഡോക്ടർ എൻ എം അരുൺ, നമ്മൾ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയം കേരളം ചർച്ച ചെയ്യുന്നത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനല്ല, മെഡിക്കൽ കോളേജുകളിൽ ഉള്ള ദുരവസ്ഥ അത് പല ഘട്ടങ്ങളിലായി മാധ്യമങ്ങൾ പല തവണ റിപ്പോർട്ടുകളായൊക്കെ നൽകുന്ന സമയത്തും അത് സർക്കാരിനെ കരിവാരിത്തേക്കാനുള്ള നടപടിയായിട്ടാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിപ്പോൾ അതിനകത്തുനിന്ന് തന്നെ ഒരു ശബ്ദം ഉയരുകയായിരുന്നു. അതിൻ്റെ തുടർചലനങ്ങൾ ഉണ്ടായി. പലയിടത്തുനിന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നു. ഇപ്പോൾ ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഡോക്ടർ ഹാരിസിനെ സംശയിക്കുന്ന രൂപത്തിൽ ഉള്ള പ്രതികരണങ്ങൾ ഇതിനകം തന്നെ ഭരണപക്ഷത്ത് നിന്ന് ഉയരുകയാണ്. അങ്ങനെ ഒരു പ്രതികരണം ശരിയായിരുന്നു? ആ പ്രതികരണം ഉണ്ടായതുകൊണ്ടല്ലേ ചില തിരുത്തലെങ്കിലും ഉണ്ടായത് എന്നുള്ള അഭിപ്രായം ഒരു വശത്ത് വരുന്നുണ്ട്. ഡോക്ടർ അരുൺ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഡോക്ടർ ഹാരിസ് വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പൊതുജന സമക്ഷം ഫേസ്ബുക്കിലിടുന്നു എന്നുള്ളതാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു വിസിൽ ബ്ലോവറാണ്. ഒരു ഉള്ളിൽ നിന്ന് തന്നെ ആ സംരംഭത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് പറയുന്ന ഒരു വിസിൽ ബ്ലോവറായിട്ടാണ് ഹാരിസിനെ നമുക്ക് കാണാൻ പറ്റുക, ഡോക്ടർ ഹാരിസിനെ. അത് നല്ലൊരു നടപടിയായി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ നല്ലൊരു പരിപാടിയാണ്. അതുകൊണ്ട് അതായത് പല രീതിയിൽ പല ബ്യൂറോക്രാറ്റുകളോട് പല രീതിയിൽ കെഞ്ചിയിട്ടും സാധനങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ രോഗികൾക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരുന്ന വളരെ പാവപ്പെട്ട രോഗികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്നു മനസ്സിലാക്കിയത് കൊണ്ട് ആ വേദന കൊണ്ട് പറയുകയായിരുന്നു ഡോക്ടർ ഹാരിസ്. വളരെ നല്ല രീതിയിലൊരു പ്രവർത്തനം നടത്തുന്ന ഒരു ഡോക്ടർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അതിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഈ പ്രശ്നങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ആ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചാൽ മാത്രമേ അത് പൊതുസമക്ഷം ആളുകൾ അറിയുകയും ചെയ്യുകയുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഏത് കമ്പനിയിലാണെങ്കിലും അങ്ങനെ ഒരു ആൾ, അതായത് ആ കമ്പനി അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ മുന്നോട്ട് പറയുന്ന ഒരാളെ നമ്മൾ അപ്ലോഡ് ചെയ്യണം വേണ്ടത്, അവരെ നമുക്ക് അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് എന്താ പറയുക, അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ 1-2 ദിവസത്തിനും മാറിയിട്ട് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് കാര്യങ്ങൾ കുറച്ച് മാറി വരികയാണ്. അദ്ദേഹത്തിനെ മേലാണ് ഇപ്പോൾ കുറ്റം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അദ്ദേഹം നുണ പറഞ്ഞു എന്ന രീതിയിലേക്ക് തന്നെ ആൾക്കാർ ഇപ്പോൾ പലപ്പോഴും ചർച്ചകൾ ആ വഴിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ നിർഭാഗ്യകരമാണ്. ഇങ്ങനെ ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക വെച്ചാൽ ഇനി ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ വർക്ക് ചെയ്യുന്ന ഒരാളും ഈ അതിലെ പ്രശ്നങ്ങൾ പുറത്തേക്ക് പറയാൻ ധൈര്യപ്പെടുകയില്ല. അതുകൊണ്ട് പ്രശ്നങ്ങളായിട്ട് തന്നെ കിടക്കും. അപ്പോൾ സർക്കാരിൻ്റെ എന്താ പറയുക പ്രതിച്ഛായ കൂടുതൽ മോശമാവാനാണ് പോകുന്നത്. എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഈ വിഷയത്തിൽ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയത്തിൽ അതിൽ പരിഹാരമായി. ആ പരിഹാരം എന്നുള്ളത് ഉപകരണങ്ങൾ വളരെ വേഗം എത്തിച്ചു, ചൊവ്വാഴ്ച എത്തിച്ചു, ശസ്ത്രക്രിയകൾ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതോടുകൂടി ആ പ്രശ്നങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞു. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങളേ ഇല്ല എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഒരു വശത്ത്. മറ്റൊരിടത്ത് UDF കാലത്തെ നേട്ടം, LDF കാലത്തെ നേട്ടം, ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 0 നിന്നാണ് തുടങ്ങിയത് എന്നൊരു കണക്കുമായിട്ടാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി എത്തുന്നത്. ഇത് ഈ സമയത്ത് നൽകേണ്ട ഒരു മറുപടിയായി ഇതിനെ കാണുന്നുണ്ടോ? ആ മറുപടിയിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന ചോദ്യം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞ ആദ്യം ഈ വിമർശനത്തിന് ഇത്ര വളരെ മോശമായിട്ട് കാണാൻ പാടില്ല. പണ്ടും എനിക്ക് തോന്നുന്നു ആ കോവിഡ് കാലത്തൊക്കെ തന്നെ ചെറിയ വിമർശനങ്ങളെ തന്നെ നമ്മളൊരു രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിമർശനങ്ങൾ നമ്മൾ കാര്യങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യങ്ങൾ ഒന്നും ഇവിടെ വളരെ മോശമാണെന്ന് ആരും പറയുന്നില്ല. ഈ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് നോക്കുമ്പോൾ പണ്ട് മുതലേ കേരളം വളരെ മികച്ചതായിരുന്നു. ഇപ്പോഴും തരക്കേടില്ല, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പല രീതിയിലും. പക്ഷേ പല പ്രശ്നങ്ങളും ഉണ്ട്. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മളത് ചൂണ്ടിക്കാണിക്കുകയും അത് എന്തൊക്കെയാണെന്ന് പഠിക്കുകയും ചെയ്യണമല്ലോ. അല്ല ചൂണ്ടിക്കാണിക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇനി ഇത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇതേ പ്രശ്നങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്, എല്ലാ മെഡിക്കൽ കോളേജിലും ഉണ്ട്. ഇപ്പോൾ പാലക്കാട് ഞാൻ പാലക്കാട് ഇരിക്കുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജ് സ്ഥിതി വളരെ ദയനീയമാണ്. ഇപ്പോഴും ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗിയെ ഇവിടെ റെഫർ ചെയ്യുന്നത് ജില്ലാ ആശുപത്രിയിലേക്കാണ്. ആ ജില്ലാ ആശുപത്രിയിൽ നിന്ന് രോഗിയെ പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ പാലക്കാട് സംസ്ഥാന
ഗവൺമെൻറ് സെക്ടറിലെ ആരോഗ്യ രംഗം ഇപ്പോൾ വളരെ വളരെ ദയനീയമാണ്. എത്ര വർഷമായി ഇവിടെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് ഇന്നലെയാണ് ആദ്യമായിട്ട് ഒരു ശസ്ത്രക്രിയ അവിടെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു വെണ്ടയ്ക്ക ന്യൂസ് വരുന്നത്. ഇത്ര വർഷങ്ങൾ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായതിന് ശേഷം ആദ്യമായിട്ട് ശസ്ത്രക്രിയ നടത്തി. അത് പാലക്കാട് കാര്യമാണ്. അപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല, പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ ആരോഗ്യമന്ത്രി മറ്റെല്ലാവരും പറയേണ്ടത് ഞങ്ങൾ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അത് ഞങ്ങൾ പരിഹരിച്ചു വന്നിരുന്നുണ്ട്. ഇനിയും നിങ്ങൾ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിക്കുക. ആ രീതിയിലൊരു പ്രോത്സാഹനജനകമായിട്ടാണ് അവർ സംസാരിക്കേണ്ടത്. അതിന് പകരം ഇങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 1-2 ദിവസത്തിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ടോൺ മാറിയിട്ടുണ്ട്. ഹാരിസിനെതിരായിട്ടുള്ള വളരെ വിമർശനങ്ങളായിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്നത് വളരെ നിർഭാഗ്യകരമാണ്. അതുപോലെ തന്നെ ഈ 0-ൽ തുടങ്ങി എന്നെല്ലാം പറയുന്നത് വിഡിതമാണ്. കേരളം നേരത്തെ പറഞ്ഞ പോലെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ കേരളം എപ്പോഴും ആരോഗ്യരംഗത്ത് മുന്നിൽ തന്നെയായിരുന്നു. ഈ 10 വർഷം അല്ലെങ്കിൽ പുതിയ പിണറായി സർക്കാർ വന്നിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. പഴയതിനെക്കാട്ടിലും കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. അടുത്ത 5 വർഷം 10 വർഷത്തിൽ ഇനിയും മെച്ചപ്പെടും. എന്നാൽ ഇപ്പോൾ മെച്ചപ്പെടുന്നതിൻ്റെ തോത് കണക്കാക്കുന്ന പല റിപ്പോർട്ടുകളിലും ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ പോലെ തമിഴ്നാടോ പഞ്ചാബോ അല്ലെങ്കിൽ ഈവൻ ഉത്തർപ്രദേശോ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെടുന്നതിൻ്റെ തോത് ചിലപ്പോൾ കേരളത്തിൽ അത്ര മെച്ചമാണെന്ന് നീതി ആയോഗിന്റെ റിപ്പോർട്ട് പറയുന്നില്ല. ആക്ച്വലി വരുന്നുണ്ട്. അതെ, അത് മെച്ചപ്പെടുന്നതിൻ്റെ തോത്, അത് പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ തോത്, അതിനൊരു കാരണമുണ്ട്. നമ്മൾ അന്നേ വളരെ മുന്നിലായതുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണത്. വളരെ പിന്നിൽ നിൽക്കുന്ന ഉത്തർപ്രദേശിന് വളരെ പെട്ടെന്ന് മുന്നോട്ട് കുറച്ച് പോകാൻ പറ്റും. നമുക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല, തെറ്റൊന്നുമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള വിമർശനങ്ങളെ സത്യം പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുകയും അത് ചർച്ച ചെയ്യുകയും കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആരോഗ്യ രംഗത്തേക്ക് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആര് ഭരിച്ചാലും മുന്നോട്ട് പോകണമെങ്കിൽ വിമർശനങ്ങൾ അത്യാവശ്യമാണ്. ആ വിമർശനങ്ങൾ ശരിക്കും ഹാരിസ് ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പനിഷ്മെന്റ് അദ്ദേഹത്തിന് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.